നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പങ്കാളിയെ ആകർഷിക്കാൻ പ്രത്യേക കഴിവുള്ള 5 രാശിക്കാരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. തങ്ങളെ ഇഷ്ടപ്പെടുന്ന പങ്കാളിയെ ലഭിക്കാനാണ് ഏതൊരു വ്യക്തികളും ആഗ്രഹിക്കുന്നത്. ജ്യോതിഷത്തിൽ 12 രാശിചിഹ്നങ്ങളെയും 9 ഗ്രഹങ്ങളെക്കുറിച്ചും വിവരിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല രാശിയിൽ ജനിച്ചവരും പല രീതിയിലായിരിക്കും തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അതായത് ചില ആളുകൾ സ്നേഹം മനസ്സിൽ ഉള്ളിലുണ്ടെങ്കിലും അത് പുറത്ത് പ്രകടിപ്പിക്കാൻ അറിയാത്തവരായിരിക്കും. ചില ആളുകളാകട്ടെ ഉള്ളിലുള്ള അതേ സ്നേഹം തന്നെ പുറത്ത് പല രീതിയിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്നവരുമായിരിക്കും. എല്ലാവരും ഉള്ളിൽ സ്നേഹം വെച്ചിരിക്കുന്നതിനെ ആയിരിക്കില്ല, പുറത്ത് പ്രകടിപ്പിക്കുന്ന സ്നേഹത്തെയാണ് കൂടുതൽ ആളുകളും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചില രാശിയിൽ ജനിച്ച ആളുകൾക്ക് സ്നേഹപ്രകടനം അവർ നല്ല രീതിയിൽ റൊമാൻറ്റിക് ആയിരിക്കും. അങ്ങനെയുള്ള 5 രാശിക്കാരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ രാശിയാണ് ഇടവം രാശി. ജ്യോതിഷം അനുസരിച്ച് ഇടവം രാശിയിലുള്ള ആൺകുട്ടികൾ വളരെ റൊമാൻറ്റിക്കായി കണക്കാക്കപ്പെടുന്നു. ഇടവം രാശിയിൽ ജനിച്ചവർ, അത്തരം ആൺകുട്ടികൾ അവരുടെ പങ്കാളികളെ വളരെയധികം സ്നേഹിക്കുന്നവർ ആയിരിക്കും. ഇത്തരക്കാർ അവരുടെ പങ്കാളികളെ വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. തങ്ങളുടെ ഇണയെ നന്നായി പരിപാലിക്കാൻ ഒരു പ്രത്യേക കഴിവുള്ളവരായിരിക്കും ഇടവം രാശിയിൽ ജനിച്ചത്. അവരുമായി ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പങ്കാളികൾക്ക് എപ്പോഴും ജീവിതത്തിൽ സന്തോഷം തോന്നുന്ന അവസരങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യും. ആഡംബര ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇടവം രാശിക്കാർ. ഇടവം രാശിക്കാരെ ഭരിക്കുന്നത് ശുക്രൻ എന്ന ഗ്രഹമാണ്. ശുക്രനെ സൗന്ദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദാതാവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇടവം രാശിക്കാർക്ക് പ്രണയഗുണങ്ങൾ നൽകുന്നത് ശുക്രനാണ്. അടുത്തത് മകരം രാശി. മകരം രാശിയിലുള്ള ആൺകുട്ടികൾ അവരുടെ പങ്കാളികളെ വളരെയധികം സ്നേഹിക്കുന്നവരാണ്. അവർ പങ്കാളികളെ പ്രത്യേകം ശ്രദ്ധിക്കുകയും പങ്കാളിയുടെ വാക്കുകളെ വിലമതിക്കുകയും ചെയ്യുന്നു. ഒരു ഏറ്റവും സ്നേഹബന്ധത്തിൽ ഏറ്റവും ആവശ്യമാണ് വാക്കുകൾ തമ്മിൽ പരസ്പരമുള്ള വിലമതിക്കൽ. ഒരാൾ പറയുന്ന കാര്യത്തെ മറ്റൊരാൾ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നത് പരസ്പരം ധാരണയുമാണ് ഒരു ജീവിതത്തിൻ്റെ പ്രധാന ഐക്യം നൽകുന്ന കാര്യം തന്നെ. മകരം രാശിക്കാർ വളരെ വിശ്വസനീയരാണ്, വിശ്വസിക്കാൻ പറ്റുന്ന പ്രകൃതക്കാരാണ്. മകരം രാശിയിൽ ജനിച്ചവർ അന്തസ്സോടെയുള്ള ജീവൻ നയിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. കൂടാതെ ഈ രാശിക്കാർ വളരെ കഠിനാധ്വാനികളും ഉത്സാഹമുള്ളവരുമാണ്. ഈ ജോലി ചെയ്യാൻ താല്പര്യം കാണിക്കുന്നവരും ആണ്. എല്ലാ ജോലികളും കൃത്യസമയത്ത് പൂർത്തിയാക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ. വളരെ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കണമെന്നും അത് മുഖേന സന്തോഷവും സമാധാനവും ലഭിക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ് ഈ മകരം രാശിയിൽ ജനിച്ചവർ. അത് മേടം. ജ്യോതിഷപ്രകാരം തങ്ങളുടെ പങ്കാളിക്ക് എല്ലാ സന്തോഷവും നൽകാൻ ശ്രമിക്കുന്നവരാണ് മേടം രാശിക്കാർ. പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും ഇത്തരക്കാർ വളരെ സന്തോഷവാന്മാരായിരിക്കും. തങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതികൂലങ്ങൾ വന്നാൽ പോലും തങ്ങളുടെ പങ്കാളിയെ അറിയിക്കാതെ തന്നെ അവർക്ക് സന്തോഷം നൽകാനും അവർ ശ്രമിക്കാറുണ്ട്. കൂടാതെ ഈ ആളുകൾ അവരുടെ പങ്കാളിയുടെ ആഗ്രഹങ്ങളെ മാനിക്കുകയും അവ നിറവേറ്റാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. ഈ ആളുകൾ വളരെ ധൈര്യശാലികളും നിർഭയരുമാണ്. ധൈര്യമാണ് അവരുടെ മുഖമുദ്ര തന്നെ. മേടം രാശിക്കാരായവർ അവരുടെ പങ്കാളികളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നു. ഇവർ വളരെ റൊമാൻറ്റിക്കായവരാണ്. മേടരാശിയുടെ അധിപൻ ചൊവ്വയാണ്. അടുത്തത് ചിങ്ങം. സൂര്യൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ചിങ്ങം രാശി. ഈ രാശിചക്രത്തിലെ ആളുകൾ വളരെ റൊമാൻറ്റിക്കായി കണക്കാക്കപ്പെടുന്നു. ഈ രാശിക്കാർ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഒരു പങ്കാളിയെ സ്വന്തമാക്കുന്നവരാണ് എന്ന് വേണം പറയാൻ. മറ്റുള്ളവരെ വളരെ വേഗത്തിൽ ആകർഷിക്കാൻ കഴിവുള്ളവരാണ് ചിങ്ങം രാശിയിൽ ജനിച്ചവർ. സ്നേഹം ലഭിക്കാൻ ഇവർ എന്തും ചെയ്യും. എപ്പോഴും തങ്ങളുടെ പങ്കാളിക്ക് വേണ്ടി പുതിയ എന്തെങ്കിലും ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും അവരെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് ചിങ്ങം രാശിയിൽ ജനിച്ചവർ. വൃശ്ചികം. വൃശ്ചികം രാശിയുടെ അധിപൻ ചൊവ്വയാണ്. അവരുടെ പ്രത്യേകത എന്തെന്നാൽ ഈ രാശിക്കാരുടെ വ്യക്തിത്വം വളരെ ആകർഷണീയമാണ്. മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ ഒരു പ്രത്യേക കഴിവ് വൃശ്ചികം രാശിയിൽ ജനിച്ചവർക്കുണ്ട്. ഈ രാശിയിലുള്ളവർ ഇന്ദ്രിയാനുഭൂതിയുള്ള പെരുമാറ്റത്തിലൂടെ പങ്കാളികളെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ്. പ്രണയത്തിൽ ധീരമായ തീരുമാനങ്ങൾ എടുക്കാനും ഈ കൂട്ടർക്ക് നല്ല കഴിവുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.